ശ്രീമത്സുന്ദരനായകീം ഭയഹരാം ജ്ഞാനപ്രദാം നിർമ്മലാം ശ്യാമാഭാം കമലാസനാർച്ചിതപദാം നാരായണസ്യാനുജാം വീണാ വേണുമൃദംഗവാദ്യരസികാം നാനാവിധാമംബികാം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധിം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. പരമപവിത്രമായ ഈ പരമതത്വ സത്ര സമീക്ഷാ സമിതിയുടെ ഈ ഒരു സത്സംഗ ചടങ്ങ് പ്രാതസ്മരണീയനായ സംപൂജ്യ ഭൂമാനന്ദ തീർത്ഥജി മഹാരാജിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ ഇവിടെ നടന്നു വരുന്നു. തീർച്ചയായും തുടർച്ചയായി ഇങ്ങനെയുള്ള ഒരു ഭാഗവത ഗംഗാപ്രവാഹം ഇവിടെ ഒഴുകുന്നതിനും അതിൽ ഭാഗവാക്കാകാൻ സാധിക്കുന്നതുമൊക്കെ വളരെ വലിയ ഒരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെയും തുടർച്ചയായി ഈ ഭാഗവത മഹാമഹം ഇവിടെ നടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ദേശത്തിൻ്റെയും വളരെ വലിയൊരു പുണ്യമാണ്. അപ്പം അതിലേക്ക് ഈ ഒരു സർഗം ഇന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ കാരുണ്യത്താലും നമുക്കൊരുമിച്ച് ഈ ഒരു സർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യത്തിലേക്ക് ഒരു ഭാഗവത യാത്ര എന്നുള്ളതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിരുന്നു. ഒന്നാമത്തെ ഒരു കാര്യം ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇന്നലെ എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, എന്തിനാണ് ഈ ഭാഗവതം പഠിക്കുന്നത്?
ആത്യന്തികമായിട്ടുള്ളൊരു ചോദ്യമാണ്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ സാമാന്യമായി നമ്മളോട് ഒരാൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സംശയം തോന്നാം. ഏത് കാര്യം അങ്ങനെയാണ്? പ്രയോജനമനുദ്ദിശ്യ മന്ദോപീന പ്രവർത്തതേ. വ്യക്തമായ ഒരു പ്രയോജനമില്ലാതെ മന്ദന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒരു കാര്യത്തിൽ പ്രവർത്തിക്കാറില്ല. ആ സ്ഥിതിക്ക് സാമാന്യമായ ബുദ്ധിശേഷിയുള്ള നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. തിരക്കുണ്ടായിട്ട് വലിയ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. എങ്കിലും നമ്മളൊക്കെ ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഇപ്പം നമുക്കറിയാം മഴ തുടങ്ങിയിട്ടുള്ള ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് സ്വാധ്യായാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടെങ്കിലല്ലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പോൾ ഭാഗവതം പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു സംതിങ് ബെനിഫിറ്റ് എന്താണ് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറയും പുണ്യം കിട്ടും, വൈകുണ്ഠത്തിൽ പോവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ലേ? അദൃഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആരും ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല വൈകുണ്ഠത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ 6 മാസം വൈകുണ്ഠത്തിലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല, നമ്മളതിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. എങ്കിലും ഭാഗവതത്തിൽ തന്നെ വളരെ മനോഹരമായിട്ട് കാര്യകാരണ സഹിതമായിട്ട് ഇതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം എപ്പോഴും യുക്തിയുക്തമായിട്ടായിരിക്കണം നമ്മുടെ യാത്ര. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം ഉണ്ടാവും. രോചനാർത്ഥ ഫലശ്രുതി എന്നൊക്കെ ഏകാദശത്തിൽ പറയും. നമുക്കതിലൊരു താല്പര്യം ഉണ്ടാക്കാൻ, പ്രേരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫലശ്രുതികളൊക്കെ പറയുന്നത്. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, യാമിമാ പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരഥാപാർത്ഥ നന്യതസ്തീതിവാദിന. അപ്പം നമ്മളെ മനോഹരമായിട്ടുള്ള പല ഫലശ്രുതികളും നമ്മളെ പറഞ്ഞ് മോഹിപ്പിക്കുന്നത് അതിലൊരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒറ്റ വാക്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒറ്റ സന്ദർഭം കൊണ്ട് തന്നെ നമുക്ക് ഭാഗവതത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഭാഗവതം ആദ്യം ഉപദേശിക്കുന്നത് ഭഗവാൻ ബ്രഹ്മാവിനാണ്, ആണല്ലോ. ബ്രഹ്മദേവനാണ് ഭാഗവതം ഉപദേശിക്കുന്നത്. എന്ത് സന്ദർഭത്തിലാണിത് ഉപദേശിക്കുന്നത്? ഇതം ഭഗവതാ പൂർവം, അല്ലേ? ഭാഗവതത്തിൽ തന്നെ അവസാനം പറയുന്നുണ്ട്, ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ഈ ഒറ്റ ശ്ലോകത്തിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ. ബ്രഹ്മാവിനായിട്ടാണ് ഈ ഭാഗവതം ഉപദേശിച്ചത്. എവിടെയാണ് ബ്രഹ്മാവ് ഉണ്ടായിരുന്നത്? ബ്രഹ്മണി നാഭിപങ്കജേ സ്ഥിതായ, ഭഗവാന്റെ നാഭിയിലുള്ള താമരയിലാണ്, സൃഷ്ടിയുടെ ആരംഭത്തിൽ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹചര്യം? ഭവഭീതായ, അല്ലേ? സംസാരത്തെ ഭയപ്പെട്ട് സൃഷ്ടിയിൽ ആദ്യം ലോകത്തേക്ക് വന്നു. ഇതെല്ലാം കൂടി കണ്ട് പരിഭ്രമിച്ച് ഞാനിനി എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ആകെ ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽപ്പെട്ട് ഭയഭീതനായ, അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ആ ബ്രഹ്മദേവനാണ് ഭഗവാൻ പറയണത്, സമാധാനിക്കൂ, വഴിയുണ്ട്. ഞാനീ സൃഷ്ടിയൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള വലിയ സങ്കീർണമായ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ മുൻപിൽ നിന്നതായിട്ടുള്ള ബ്രഹ്മാവിനോട് ഭഗവാൻ പറയുന്നു അതിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ചതുശ്ലോകി ഭാഗവതമാണ്, അല്ലേ? 4 ശ്ലോകത്തിലാണ് ആദ്യം ഉപദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ എസൻസ് മുഴുവൻ, ഭാഗവതത്തിൻ്റെ താല്പര്യം പറയാനുള്ള കാര്യങ്ങളെ മുഴുവൻ 4 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. ആ വാക്കുകളൊന്ന് അടിവരയിടുക, അല്ലേ? പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. എന്താ അതിന് അടിവരയിടാൻ കാരണം? നമ്മൾ പലതും കേൾക്കാറുണ്ട്, പക്ഷെ മനസ്സിലാവാറില്ല. അതുകൊണ്ടെന്താ, ഇതൊക്കെ കേൾക്കും, നമ്മൾ വീണ്ടും പഴയ പോലെ. നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമില്ല. നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഭഗവാൻ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരും, അല്ലെങ്കിൽ വൈകുണ്ഠത്തു നിന്ന് ഇറങ്ങി വരും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കും എന്നുള്ളതാണ്.
അങ്ങനെയല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായി ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ആശയങ്ങൾ. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ കേട്ടതോടു കൂടിയിട്ട്, കാരണം അവിടെ ഈശ്വരൻ ആരാണ്, എന്താണ് ഈ പ്രകൃതി എന്നുള്ളത്, ഭഗവാന്റെ മായ എന്താണ്, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മായയെ അതിജീവിക്കാനുള്ള വഴികൾ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തതോടു കൂടിയിട്ട് ബ്രഹ്മദേവൻ ശാന്തനായി. ആ ശാന്തനായതോടുകൂടി തന്നെ തൻ്റെ പ്രവൃത്തി കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിച്ചു, ഭയരഹിതനായിട്ട്, അല്ലേ? ഭാഗവതം കേട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആശങ്കകളൊക്കെ തീർന്നു, മനസ്സ് ശാന്തമായി. മനസ്സ് ശാന്തമായതോടുകൂടിയിട്ട് അദ്ദേഹത്തിൽ ആ മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ജ്ഞാനം പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ധാതാ യഥാ പൂർവം അകൽപ്പയത്. എങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ നടത്തിയത്, എങ്ങനെയാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാപൂർവം അകൽപ്പയത്, മുൻപ് എങ്ങനെയാണോ ഇതൊക്കെ ചെയ്തിരുന്നത് അതേ ആശയത്തിൽ. കാരണം ഭാരതീയ ദർശനപ്രകാരം ഈ ഒരു ലോകം മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല ഉള്ളത്, സൃഷ്ടി പ്രളയങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? കൽപ്പപ്രളയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പൂജാ കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനധികം നമ്മൾ ഈ കർക്കിടകവാവിന് ബലിയിടാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആ കർമ്മിയായിട്ടുള്ള അദ്ദേഹം പറയും, നമ്മളൊരു സങ്കല്പം പറഞ്ഞു കേൾപ്പിക്കും, അല്ലേ? അദ്യ ബ്രഹ്മണഃ ദ്വിതീയ പരാർദ്ധേ ശ്വേതവാരാഹ കൽപ്പേ വൈവസ്വത മന്വന്തരേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. കാരണം നമ്മളൊക്കെ ഹിന്ദുക്കളായതുകൊണ്ട് നല്ല പാണ്ഡിത്യമുണ്ട്. പറയണത് എന്താണെന്ന് ഒരു പിടിയും കിട്ടാറില്ല, നമ്മൾ കേൾക്കും. അങ്ങനെയാണല്ലോ പൊതുവെയുള്ള കാര്യം, എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ ഈ കൽപ്പത്തിൽ, അദ്ദേഹത്തിൻ്റെ പകലിനെയാണ് കൽപ്പം എന്ന് പറയുന്നത്, ഒരു കൽപ്പത്തിൽ ബ്രഹ്മാവിൻ്റെ പകൽ 14 മന്വന്തരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ വൈവസ്വത മന്വന്തരമാണ് ഇപ്പം നടക്കുന്നത്, 7ാമത്തെ മന്വന്തരം. ഈ വൈവസ്വത മന്വന്തരത്തിൽ ശ്വേതവാരാഹ കൽപ്പേ, ശ്വേതവാരാഹം എന്ന് പറയുന്നതായിട്ടുള്ള ഈ കൽപ്പത്തിൽ, ഭാരതത്തിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സങ്കല്പം പറയുന്നു. അപ്പോൾ ഇതൊക്കെ മാറി മാറി വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സൃഷ്ടിയും പ്രളയവും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവന് തൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള വലിയ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടും എപ്പോഴും ശാന്തനാണ് ബ്രഹ്മാവ്. വളരെ തൃപ്തനായി അദ്ദേഹം തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്തു പോകുന്നു. അതായത് ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള നമ്മുടെയും ആശയക്കുഴപ്പങ്ങൾ നീങ്ങും എന്നർത്ഥം. അതാണല്ലോ നമുക്കൊക്കെ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള. ഇന്ന് ഏറ്റവും കൂടുതൽ ഏത് മേഖലയിലാണെങ്കിലും സ്ട്രെസ്സാണ്, കൺഫ്യൂഷൻസാണ്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആശങ്കകളാണ്. ഇതൊക്കെയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. ഈ ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും സംഘർഷങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജനിച്ചു വരുന്നു, നമ്മളെല്ലാം ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടാൻ എന്താണ് കാരണം, ഈ വരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുന്നുണ്ട്. ഇന്ന് വരെ ഒരാളും ഒരു അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല തനിക്ക് എന്തെങ്കിലും കഷ്ടങ്ങൾ ഉണ്ടാവണമെന്നുള്ളത്. ഉണ്ടാവുമോ? ഇല്ല. എന്താണാവോ ഭഗവാനെ, കുടുംബത്തിൽ ഒരാപത്തും ഇല്ലല്ലോ എന്ന് ആരെങ്കിലും പോയി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അയ്യോ എന്നും കുടുംബത്തിൽ സന്തോഷമാണേ, ഒരു ദുഃഖവും ഇല്ലേ, എന്താ ഭഗവാൻ ഇങ്ങനെ ഒരു ദുഃഖങ്ങളൊന്നും വരാത്തത് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തല ചുറ്റിയിട്ട് കാശ് ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിലിടാറുണ്ടോ എന്തെങ്കിലും ആപത്ത് വരാൻ വേണ്ടിയിട്ട്? ഇല്ല. നമ്മൾ പോയിട്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും തേങ്ങ ഉടയ്ക്കുന്നതും ശയനപ്രദക്ഷിണം നടത്തുന്നതും ഒക്കെ ഉള്ള ആപത്തുകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ സംഭവിക്കുന്നത് എന്താ? വേണ്ട വേണ്ട എന്ന് പറയുന്ന ആപത്തുകൾ 4 വഴിക്കും വരുന്നു. ആഗ്രഹിക്കുന്ന സുഖം കാര്യമായിട്ട് കിട്ടാറില്ല, കുറച്ചൊക്കെ കിട്ടും, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പെൻഷനും ബാക്കിയൊക്കെ കിട്ടും പോലെ വല്ലപ്പോഴും കുറേശ്ശെ കിട്ടും എന്നല്ലാണ്ട് കാര്യമായിട്ട് കിട്ടാറില്ല. അതാണല്ലോ അതിൽ
വിതുരമൈത്രേയ സംവാദത്തിലൂടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ കർമ്മം നന്നാവണം, കയ്യിലിരിപ്പ് നന്നാവണം. പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നു, വഴിപാട് നടത്തുന്നു, പുറത്തിറങ്ങിയ നമ്മുടെ തനി സ്വഭാവം നമ്മൾ കാണിക്കണം. അതാണ് വ്യത്യാസം. കയ്യിലിരിപ്പിനൊരു മാറ്റവും വരാറില്ല. അതുകൊണ്ടാണ് കർമ്മമാണ് നമുക്ക് ഫലം തരുന്നത്. ഈ കർമ്മം എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാകാത്തത് കൊണ്ട്. മനസ്സിലാണ് നന്മയുണ്ടാവേണ്ടത്, മനസ്സ് ശുദ്ധമാവുക എന്ന് പറയും. ഈ മനസ്സ് ശുദ്ധമാകാൻ വേണ്ടിയാണ് ദിവസം കുറച്ച് നാമം ജപിക്കാനും ക്ഷേത്രദർശനാദികളും സത്സംഗ കാര്യങ്ങളുമൊക്കെ നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാവുക. മനസ്സ് ശുദ്ധമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലുള്ളതായ മോശമായിട്ടുള്ള വാസനകൾ, എല്ലാവരുടെ മനസ്സിലുണ്ട് ചീത്ത വാസനകളും നല്ല വാസനകളും. അതിൽ ചീത്ത വാസനകളെ, സംസ്കാരങ്ങളെ നീക്കി ക്രമേണ നല്ല വാസനകളെ, നന്മകളെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. ഇതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയമില്ലാതെ, സംതൃപ്തമായി, ആശങ്കകളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആദ്യം ഈ ലോകത്ത് സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ പ്രയോറിറ്റി ഉള്ള കാര്യം. ഈശ്വരൻ നമുക്ക് തന്നതായിട്ടുള്ള ജീവിതം, അത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗവതം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കുന്നത്. പിന്നെ ഇവിടുന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, അത് പോകുമ്പോഴല്ലേ, പോയി കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമുക്കറിയാത്ത കാര്യങ്ങളെ പ്രത്യക്ഷേണ അനുമിത്യാവാം. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ നമുക്ക് ഊഹിച്ചറിയാനോ മറ്റോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യങ്ങളെയാണ് വേദത്തിലൂടെ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേദം പ്രമാണമാണ്. വേദം സ്വർഗനരകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം എന്ന് പറയാൻ കാരണം അതാണ്, നമുക്ക് അനുഭവമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണോ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഫലവും, മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം മോശമായിട്ട് നമുക്ക് വരുന്നത്, ഇതുപോലെ തന്നെയാണ് ഇവിടം വിട്ടുകഴിഞ്ഞാലും ഉണ്ടാവുക എന്ന് നമുക്ക് ശാസ്ത്രത്തിലൂടെ കാണിച്ചു തരുന്നു. അപ്പം നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത്, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയെക്കുറിച്ചും നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ ബോധിപ്പിച്ച് ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സ്ഥിരത കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരതയിലൂടെ നമുക്ക് നൈഷ്കർമ്മ്യത എന്നുള്ള ഒരു തലത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ നൈഷ്കർമ്മത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ജ്ഞാനവിരാഗഭക്തി സഹിതം 2 സ്ഥലത്ത് ഈ ശ്ലോകങ്ങൾ വരുന്നുണ്ട്. കാരണം ഭാഗവതത്തിൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നോക്കുന്ന സമയത്ത് 6-ാമത്തെ അധ്യായത്തിൽ ഈ ശ്ലോകം കാണാം. ഈ കാര്യത്തെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ശ്ലോകം: ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരം ഗീയത്തെ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തശൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര. മാഹാത്മ്യത്തിൽ പറയുന്ന ഇതേ ശ്ലോകത്തെ തന്നെ അല്പം മാറ്റം വരുത്തിയിട്ട് ഭാഗവതത്തിൻ്റെ അവസാനം പറയുന്നു, 12 സ്കന്ധത്തിൽ അല്ലെങ്കിൽ 12-ാമത്തെ സ്കന്ധത്തിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റം വരുത്തി എന്നും പറയാം, നേരിയ മാറ്റങ്ങളേ ഉള്ളൂ. അവിടെ പറയുന്നു ശ്രീമദ് ഭാഗവതം പുരാണമമലം. ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരാണങ്ങളിൽ വെച്ചിട്ട് അതിൻ്റെ തിലകമായിട്ടിരിക്കുന്നതാണ്, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ പുരാണം അമലം, യാതൊരു കാലുഷ്യമോ യാതൊരു മാലിന്യമോ ഇല്ലാത്തതായിട്ടുള്ള ശുദ്ധമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. യത് വൈഷ്ണവാനാം പ്രിയം, വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രിയമാകേണ്ടതാണ്. വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണോരിതം എന്നുള്ളതാണ്. വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരാൻ ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി. വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന് പ്രിയപ്പെട്ടവർ എവിടേക്കാണ് പോവുക?
വൈകുണ്ഠത്തിലേക്കാണ് അല്ലേ? നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്കാണല്ലോ വിളിക്കുക. അല്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ വിഷമമുണ്ടാവുമോ? സന്തോഷം ഉണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ടും. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ വരുമ്പോൾ നമ്മുടെ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട ആളുകളായി മാറുന്നു നാം ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വൈകുണ്ഠത്തിൻ്റെ പരിസരത്ത് കൂടെ പോകുമ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് വരുമെന്ന് പറയുമോ അതോ അങ്ങോട്ട് പോകാൻ പറയുമോ? തീർച്ചയായിട്ടും വൈകുണ്ഠത്തിലേക്ക് വിളിക്കും. വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ദുഃഖങ്ങളോ ക്ലേശങ്ങളോ അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതാണല്ലോ വൈകുണ്ഠത്തിൻ്റെ കുണ്ഠതകളില്ലാത്തതായിട്ടുള്ള സ്ഥലമാണ് വൈകുണ്ഠം എന്നാണ് പറയുന്നത്. ലക്ഷ്മീദേവിയുടെ നിത്യസാന്നിധ്യമുള്ള സർവസന്താപങ്ങളെയും ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വാസസ്ഥലത്ത് ഭഗവാൻ തൻ്റെ ആളായി അംഗീകരിച്ച് നിർത്തുന്നതായിട്ടുള്ള ആ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാനുള്ളതായ ഏറ്റവും സരളമായിട്ടുള്ള വഴിയാണ് വൈഷ്ണവനായി തീരുക. വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറി വരയ്ക്കുന്നത് മാത്രമല്ല, വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട ആളായി തീരുക. വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ. ആ ഈശ്വരന് പ്രിയപ്പെട്ട ആളായി തീരണമെങ്കിൽ ഈ ഭാഗവതത്തെ മനസ്സിലാക്കിയാൽ മതി. അതിനുള്ള വഴികളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. കാരണം എന്താണ്? യസ്മിൻ പാരമഹംസ്യമേകം അമലം ജ്ഞാനം പരം ഗീയത്തെ. പരമഹംസന്മാർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ പരമഹംസന്മാർ ആശ്രയിക്കുന്ന തരത്തിലുള്ളതായ ഏകവും അമലവുമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തെയാണ് ഇവിടെ ഗാനം ചെയ്യുന്നത് അല്ലെങ്കിൽ കീർത്തിക്കപ്പെടുന്നത്. തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. ഈ ഭാഗവതത്തിൽ, തത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസ്മിൻ, ഈ ഭാഗവതത്തിൽ ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം, ജ്ഞാനവൈരാഗ്യ ഭക്തികളോടുകൂടിയതായിട്ടുള്ള നൈഷ്കർമ്മ്യ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള മാർഗത്തെയാണ് ഇവിടെ പറയുന്നത്. തത് ശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര. അതിനെ വേണ്ട രീതിയിൽ കേൾക്കുക. വിപഠൻ, വിശേഷേണ പഠൻ, വെറുതെ പഠിച്ചാൽ പോരാ. നമ്മളതിൻ്റെ ശ്ലോകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥത്തെയോ പഠിച്ചാൽ പോരാ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിനെ ഉൾക്കൊള്ളുക, മനനം ചെയ്യുക എന്ന് പറയും. മനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യുക്തിയാ സംഭാവിതത്വ അനുസന്ധാനം. യുക്തിപൂർവം അതിൻ്റെ ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്ന സമയത്ത് വിമുച്യേത്, സംസാരത്തിൽ നിന്ന് മുക്തരായിത്തീരും. അതാണ് നൈഷ്കർമ്മ്യ അവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞു അതിന് ആ അനുഭവം വന്ന ഒരാളാണ് ബ്രഹ്മദേവൻ എന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ പറയുന്നു, ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാത് സംപ്രകാശിതം. കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഇത് പ്രകാശിപ്പിച്ചിട്ടുള്ളത്. അതായത് ദുഃഖിതരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും പലപ്പോഴും പല ആളുകളെയും കാണുമ്പോൾ ഒരു ദയനീയത മനസ്സിൽ തോന്നാറുണ്ട് അല്ലേ? കഷ്ടപ്പെടുന്ന ഒരാളുകളെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആർദ്രമാകാറുണ്ട്. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പല രീതിയിൽ ക്ലേശിക്കുന്ന ആളുകളുണ്ടാകും, നമ്മുടെ മുമ്പിലൊക്കെ വരാറുണ്ട്. പറ്റാവുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യും. ചിലരുടെ നിസ്സഹായ അവസ്ഥയിൽ നമുക്കും സങ്കടപ്പെടാനും ഭഗവാനോട് പ്രാർത്ഥിക്കാനും മാത്രമേ സാധിക്കൂ. പക്ഷേ സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ അതിന് പരിഹാരം കാണാൻ സാധിക്കും. അപ്പോൾ ജീവന്മാർ, കാരണം ത്രികാലജ്ഞനാണ് ഭഗവാൻ, ഭൂതഭാവി വർത്തമാനങ്ങളെ കാണാൻ കഴിയുന്നതായിട്ടുള്ള ഭഗവാൻ മേലിലും എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും ദുഃഖിതരായി ജീവിക്കുന്ന മനുഷ്യരെ കണ്ട് അവർക്ക് ആ ദുഃഖത്തിൽ നിന്ന് മറുകര എത്തുന്നതിനുള്ള വഴിയാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കാരുണ്യാൽ സംപ്രകാശിതം. ഭഗവാന് ജീവന്മാരോടുള്ള കരുണ കൊണ്ടാണ് ഈ ഭാഗവതത്തെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. കാരണം ജീവിതത്തിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരുവിധം സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഈശ്വരൻ അല്ലേ? സാമാന്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നും നമുക്ക് വലിയ സമ്പത്തൊന്നുമില്ല, കുറേയും കൂടിയൊക്കെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മൾ വിഷമിക്കാറുണ്ട്. അത് മനുഷ്യ സ്വഭാവമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥയിലൊന്ന് ആലോചിച്ച് നോക്കൂ.
നമ്മളെക്കാളും ദുരിതമനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ലോകത്ത്, അല്ലേ? അങ്ങനെയുള്ള ആളുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യമായിട്ട് ജീവിക്കാൻ, കയറിക്കിടക്കാൻ ഒരു വീട്, സൗകര്യങ്ങൾ, വീട്ടിൽ മറ്റാളുകൾ, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ഇടയ്ക്ക് അല്ലേ സപ്താഹത്തിനും അല്ലെങ്കിൽ ഇതിനൊക്കെ സത്സംഗത്തിൻ്റെ കാര്യത്തിനൊക്കെ വരണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ പരാതികളൊക്കെ പറയും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്ന സമയത്ത് 2-3 വർഷങ്ങളായിട്ട് ബെഡിൽ എഴുന്നേൽക്കാൻ വയ്യാണ്ട് കിടക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? മറ്റുള്ള ആളുകൾ സ്പൂണിൽ ഭക്ഷണം കൊടുക്കുന്നു, മലമൂത്രാദികൾക്ക് പാത്രം വെച്ച് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡകൾ അനുഭവിക്കുന്ന ആളുകളെ സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാന്നുള്ളത്. അപ്പം അതാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. അപ്പം അതുകൊണ്ട് സാമാന്യമായിട്ടുള്ള ഈ കിട്ടിയതായിട്ടുള്ള കാര്യങ്ങളെ വെച്ച് ഉള്ളതായ ജീവിതം സന്തോഷമായി, കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമുക്കറിയാം എന്നാ കാറ്റ് പോവെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അല്ലേ? ഓരോ ദിവസവും കേൾക്കുന്ന അങ്ങനെയാണ്. രാവിലെ ചിലപ്പോൾ ഫോണിലോ വാട്സാപ്പിലൊക്കെ കാണാം, അപ്പുറത്തെ കുമാരൻ നായർ ആദരാഞ്ജലി. അതെപ്പോഴുണ്ടായി? ഇത്രയേ ഉള്ളൂ കാര്യം. എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ജീവിതത്തിൽ ഈ മുഖം വീർപ്പിച്ച് വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാണ്ട് കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് കൃതാർത്ഥമായി ജീവിക്കാനുള്ള വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നൊരാമുഖമായിട്ട് പറഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് കയറാൻ, അല്ലേ? ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനെ നമുക്ക് പടിപടിയായിട്ടൊന്ന് വിശകലനം ചെയ്യണം. പടിപടിയായിട്ട് മാത്രമേ ഇതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആധ്യാത്മികത എന്നുള്ളത് എടുത്തു ചാടി ഒന്നും നേടാനുള്ളതല്ല. ഈശ്വരപ്രാപ്തി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളത്, അതാണല്ലോ ഈശ്വരപ്രാപ്തി. ആ ഭഗവത് സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പല ഭാഷയിൽ പറയാം. ഇത് നേടേണ്ടത് എവിടെ പോയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയുമല്ല, നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് നേടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരുടെയും സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ചൈതന്യമായി അഹം, നമ്മുടെ ഒക്കെ ഉള്ളിലുള്ളതായ ആ ബോധസ്വരൂപമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. അപ്പം നമ്മളിലുള്ളതായ കഴിവിനെ, നമ്മളിലുള്ളതായ ഈശ്വരീയതയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നമ്മൾ എവിടെയെല്ലാം പോയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇതൊക്കെ അതിന് സഹായകങ്ങളായിട്ടുള്ളതാണ്. മറ്റ് തീർത്ഥയാത്രയാകട്ടെ, നാമജപമാകട്ടെ, ക്ഷേത്രദർശനമാകട്ടെ, ഇതൊക്കെ നമ്മളിലുള്ള ഉൾവ്യക്തിത്വത്തെ തിരിച്ചറിയുന്നതിനുള്ള സഹായകമായിട്ടുള്ളതാണ്, പ്രേരകമായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇതിലാദ്യം നമുക്കുണ്ടാവേണ്ടത് ഭക്തി എന്നുള്ളൊരു കാര്യമാണ്. നൈഷ്കർമ്മ്യ തലത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഭക്തി എന്നുള്ള ആ ഒരു പടിയാണ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകേണ്ടത്. ആ ഭക്തി നമുക്ക് ഉണ്ടാക്കിത്തരുന്ന കഥകളാണ് ഭാഗവതത്തിലൂടെ അനവധി ആളുകളുടെ കാര്യത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഈ കഥകളെയൊക്കെ നമുക്കതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. ഭക്തിയിൽ നമുക്ക് ആദ്യം തന്നെ കാണാം കുന്തിദേവിയുടെ പ്രാർത്ഥന, അല്ലേ? ജീവിതത്തിൽ അനവധി ക്ലേശങ്ങൾ അനുഭവിച്ച ആളാണ് കുന്തിദേവി. ഒരു സ്ത്രീ എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു കുന്തിദേവി തൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയിട്ടുള്ള സന്ദർഭം, കുടുംബത്തിൽ രാജകീയമായിട്ടുള്ള, കാണുന്ന പുറമേയുള്ള ആളുകൾക്ക് രാജകീയമായിട്ടുള്ള സകല സൗഭാഗ്യങ്ങളുടെ നടുക്കുമാണ് കുന്തിദേവി ഉള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ അമ്മ അവിടെ അനുഭവിച്ചതായിട്ടുള്ള വീർപ്പുമുട്ടലുകൾ എത്രയാണ്. കാരണം കൗരവരായിട്ടുള്ള ആളുകൾ അംഗീകരിക്കുന്നില്ല. പോരാത്തതിന് 5 മക്കളുണ്ടായി, പക്ഷേ ആ മക്കളുടെ പേരിലുണ്ടായ വിവാദം, ആ മക്കൾ ദേവന്മാരുടെ മക്കളാണെന്നൊക്കെ പറയുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അഡ്രസ്സില്ലാതെ വന്ന ഒരു സിറ്റുവേഷൻ.
സഹായിക്കാൻ നമുക്കൊക്കെ അതൊക്കെ ദൈവിക പരിവേഷം കൊടുത്ത് കാണുന്ന സമയത്തും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള സംഘർഷങ്ങളെയാണ് വേദവ്യാസ മഹർഷി കാണിച്ചു തരുന്നത്. പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ആ അമ്മ പിടിച്ചു നിൽക്കുകയാണ് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരിലുള്ളതായ കഴിവുകളെ കണ്ട്, ഇതൊന്നും പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്താതെ ഇതൊക്കെ കണ്ട് പിടിച്ചു നിന്നത് ആ ഭഗവാനോടുള്ളൊരു ഭക്തിയിലാണ്, വിശ്വാസത്തിലാണ്, തൻ്റെ കർമ്മത്തിലുള്ളതായ ദൃഢതയിലാണ്. അതുകൊണ്ടാണ് കുന്തിദേവിക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ സാധിച്ചത്, ഭഗവാനെ എനിക്കിപ്പോൾ ആപത്തുകളെ ഭയമില്ല. അല്ലേ? കുന്തിദേവിയുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയൊരു പാഠമാണ്. അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ഭാവന ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. കുറേ അനുഭവിച്ചു കഴിയുമ്പോൾ ആപത്തുകളെ ഭയമില്ലാതെയായി. അതിനെന്താ കാരണം? എനിക്കറിയാം ഭഗവാനെ, ആപത്തുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിന് കരുത്ത് നൽകാൻ, എൻ്റെ ജീവിതത്തിൽ താങ്ങായിട്ട് ആപത് ബാന്ധവനായി അങ്ങ് ഓരോ രൂപത്തിൽ വരാറുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ ആപത് ബാന്ധവനായിട്ട് അങ്ങ് വരുന്നത് കൊണ്ട് എനിക്ക് ആപത്തുകളെ യാതൊരു ഭയവുമില്ലാതെയായി, നിർഭയമായിട്ടുള്ള ഒരവസ്ഥയായി എന്ന് പറഞ്ഞ് പ്രാർത്ഥന മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഭക്തിയുടെ ഒന്നാമത്തെ ഒരു ലക്ഷണം അതാണ്, നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതായിട്ടുള്ളൊരു കോൺഫിഡൻസ്. ഈ ഭക്തി എന്നുള്ളത് ആന്തരികമായിട്ടുള്ള തലത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ പരിവർത്തനങ്ങൾ ഉണ്ടാകൂ. കേവലം ഭക്തി എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള ചില ചടങ്ങുകൾ മാത്രമായി മാറിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കുന്തിദേവിയെ പോലെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു കാണുന്നത് നമുക്ക് ആ ഉത്തരയുടെ കാര്യം. കുന്തിദേവിയുടെ സ്തുതിയുടെ മുമ്പാണല്ലോ ഉത്തര വരുന്നത്. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടി സമ്പൂർണമായിട്ടും ഈശ്വരൻ മാത്രമേ തൻ്റെ കൂടെ ഉണ്ടാകൂ എന്നുള്ള ബോധ്യത്തോടു കൂടി ഉത്തര തന്നെ ആ ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മശിരസ് എന്ന് പറയുന്നതായ അസ്ത്രം തൻ്റെ ഗർഭത്തെ നശിപ്പിക്കാൻ വരുന്ന സമയത്ത് ഭഗവാനെ ആശ്രയിക്കുന്നു. ആ ദുഃഖത്തിൽ നിന്ന് പരിവർത്തനം നേടുന്നു, അല്ലെങ്കിൽ സഹായം, അല്ലെങ്കിൽ അതിൻ്റെ രക്ഷ പ്രാപിക്കുന്നു. ഇപ്പം തൻ്റെ പ്രവർത്തനങ്ങൾക്കും തൻ്റെ കാര്യങ്ങൾക്കും എല്ലാം ഒരു പരിമിതി ഉണ്ട് എന്നും ഇതിനും മീതയായി ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി, ഭഗവാന്റെ ആ ഒരു സഹായമാണ് തന്നെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് എന്നുള്ളതായ ആ ഒരു ഉപബോധ മനസ്സിലുണ്ടാകുന്ന ദൃഢത. ഇത് ചുമ്മാ പറയുന്നൊരു കാര്യമല്ല. കാരണം വേദവ്യാസ മഹർഷി കേവലം ഒരു കഥ പറയാൻ വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയല്ല പറയുന്നത്. കാരണം ആ ഒരു ഭക്തി വിശ്വാസം നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം വരാനുണ്ട്. അതുകൊണ്ടാണ് ദിവസവും നാമം ജപിച്ചൊക്കെ നമ്മളോട് പുറത്തിറങ്ങാൻ പറയണത്. കാരണം അതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു എനർജി നമ്മുടെ ഉള്ളിലുണ്ടാവും, ഒരു ധൈര്യം നമുക്കുണ്ടാവും. ഈ ധൈര്യമാണ് നമ്മുടെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഭക്തി എന്നുള്ളത് കേവലം ഒരു ബാഹ്യ പ്രകടനമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ളതായ ഇന്നർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിനെ ഉയർത്തുന്നതാണ്. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനെ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു മാറ്റം നമുക്ക് പ്രകടമായി തീരും. നമ്മൾ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും നമുക്കതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ പടി എന്നുള്ളത് ഭക്തി എന്നുള്ളത് കാണിച്ചു തരുന്നത്. നേരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തെയാണ് ഭീഷ്മ പിതാമഹനിലൂടെ കാണുന്നത്, അല്ലേ? അഹിംസ പരമോ ധർമ്മ എന്നുള്ളതാണ് നമ്മുടെ വേദത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് പറയുന്നത്. സർവശാസ്ത്ര വിശാരദനായിട്ടുള്ള ആളാണ് ഭീഷ്മ പിതാമഹൻ. ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? മഹാഭാരത യുദ്ധത്തിൽ അരിഞ്ഞു തള്ളുകയായിരുന്നു തലകൾ. എന്തെങ്കിലും ദയയോ കരുണയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? ഇല്ല. നമ്മൾ മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മ പിതാമഹൻ വീഴുന്നതിന് മുമ്പ് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നത് ഈ മഹാഭാരത യുദ്ധം തീരും എന്നുള്ള നിലയ്ക്കായിരുന്നു. അത്രയും പ്രതാപമായിരുന്നു ആ കുരുവൃദ്ധനായിരുന്ന ഭീഷ്മ പിതാമഹൻ കാണിച്ചിരുന്നത്. കാരണം
ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അത് പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതായ ആ ഒരു ദൃഢത, തൻ്റെ ഡ്യൂട്ടി യുദ്ധം ചെയ്യുകയാണ്, ശരി, അത് ഭംഗിയായിട്ട് ചെയ്യുക. ഏത് മേഖലയിലും നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് നമ്മുടെ പ്രവൃത്തി, ഈശ്വരൻ നമുക്ക് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള കാര്യം എന്താണോ അത് വളരെ വൃത്തിയായിട്ട് ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്യുക. അവിടെ ഒരിക്കലും നമ്മുടെ മനസ്സ് പതറാൻ പാടില്ല, നമ്മുടെ കാല് ഇടറാൻ പാടില്ല എന്നുള്ളത് കാണിക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഭീഷ്മ പിതാമഹൻ ആ ഭീഷ്മസ്തുതിയിൽ നമുക്ക് കാണാം ഭഗവാനോട് ഉള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭക്തി സമർപ്പണം. ഭഗവാൻ ഏറ്റവും പ്രീതനായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് മുമ്പിൽ വന്നു നിൽക്കുന്ന തരത്തിലേക്ക് ആ ഭക്തി പരിവർത്തനപ്പെട്ടു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കർമ്മമാണ് ഈശ്വര പൂജ. എന്താണോ നമ്മുടെ പ്രവൃത്തി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. സ്വേ സ്വേ കർമ്മണി അഭിരതഃ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നതും അതേ കാര്യം തന്നെയാണ്. അവരവരുടെ പ്രവൃത്തി, ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുക, ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ പോലീസുകാരൻ്റെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുക, ഒരു ജഡ്ജാണെങ്കിൽ ജഡ്ജിയുടെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുക, ഒരു സന്യാസിയാണെന്നുണ്ടെങ്കിൽ എന്താണോ സന്യാസിയുടെ ധർമ്മം അത് ഭംഗിയായിട്ട് ചെയ്യുക. കാരണം ഇതാണ് സമൂഹത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് അനിവാര്യമായിട്ടുള്ളത്. അതാണ് ഈശ്വര പൂജ. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കും എന്നുള്ളതാണ് ആ ഭീഷ്മ പിതാമഹനിലൂടെ കാണിക്കുന്നത്. ധ്രുവനാകട്ടെ, അജാമളനാകട്ടെ, പ്രഹ്ലാദനാകട്ടെ, ഗജേന്ദ്രനാകട്ടെ, ഭക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. എന്തിനു വേണ്ടി? ഏത് തലത്തിലുള്ള ഒരാളാണെങ്കിലും ഒരു ഈശ്വര സമർപ്പണത്തോടു കൂടി നമ്മൾ ജീവിക്കുക. നമ്മൾ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾക്ക് തെറ്റായ വഴിയിലേക്ക് പോകാതെ നമ്മൾക്ക് മുന്നോട്ട് പോകുന്നതിന് ആ ഒരു ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം എന്ന് പറയും. ഈ ഭക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വിരക്തി ഉണ്ടാവൂ. ഈശ്വരനോട് നമുക്കൊരു പ്രീതി, ഈശ്വരനോടൊരു പ്രിയം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിരക്തി ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ലോകവിഷയങ്ങളിൽ അമിതമായിട്ടുള്ള ആസക്തി ഇല്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വിഗതരാഗം, അതാണ് വൈരാഗ്യം. വിഗതമായിട്ടുള്ള രാഗം, രാഗം നീങ്ങിയ അവസ്ഥ. ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ ആവശ്യമാണ്. ആഗ്രഹങ്ങളും ആർത്തിയും രണ്ടും രണ്ടാണ്, അല്ലേ? ആഗ്രഹങ്ങൾ വേണ്ടാന്ന് ഒരിക്കലും ശാസ്ത്രം പറഞ്ഞിട്ടില്ല. നമ്മൾ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ കാര്യങ്ങളും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആർത്തി ഉണ്ടാകുന്ന സമയത്ത് ആ ആർത്തിയാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ സദ്യക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ സദ്യക്കൊക്കെ പോകാറുണ്ടല്ലോ. സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഡീസൻ്റായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലേ? മാന്യമായിട്ട്. അതിനൊരു രീതിയുണ്ടല്ലോ. എന്നാൽ ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഭക്ഷണത്തിന് ഈ ബൊഫേ സിസ്റ്റത്തിൽ പോയാൽ തന്നെ ചിലർ ഹനുമാനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വരിക എന്നുള്ളത്. കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ പ്ലേറ്റിലും വാങ്ങിച്ചിട്ട് ഹനുമാൻ മല കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവരും എന്നുള്ളതാണ്. എന്നിട്ട് പകുതി കളയുകയും ചെയ്യും. അപ്പം അതുപോലെ ചില ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളിതൊക്കെ നോക്കാറുള്ളത് കൊണ്ടാണ് പറയുന്നത്, ചിലരിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ സന്തോഷം. ചിലർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ നോക്കിയിരിക്കാൻ നമുക്ക് തോന്നും, അല്ലേ? വളരെ കലാപരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ഒരു ആർട്ടാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ചിലർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാലോ നമുക്ക് കഴിക്കണ്ടെന്നും തോന്നിപ്പോകും. അത്രയും ആർത്തിയോട് കൂടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഈ ഒരു വിഷയം എല്ലാറ്റിലും ഉണ്ടെന്നതാണ്. ജീവിതത്തെ ഓരോ കാര്യങ്ങളിലും ഒരു ആർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഏത് പ്രവൃത്തിയും. ഇത് ചുമ്മാ പറയുന്നൊരു കാര്യമല്ല. ഇത് വളരെ ഒരു ഫിലോസഫിക്കൽ എന്നുള്ളത് മാത്രമല്ല, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൂടിയാണ്. കാരണം ഓരോ പ്രവൃത്തിയും നമുക്ക് വളരെ
ആർട്ടായിട്ട് അത് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ കളർഫുള്ളായിട്ട് മാറും എന്നുള്ളതാണ്. ജീവിതം നമുക്ക് വിരസമായിട്ട് തീരില്ല. ജീവിതത്തിലെ ഓരോ നിമിഷം, അതാണ് ഋഷിമാർ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമായണത്തിൽ വാത്മീകി മഹർഷി തമസാ നദിയുടെ കരയിലേക്ക് കുളിക്കാൻ പോകുന്നതായിട്ടുള്ള വാത്മീകി മഹർഷിയും ശിഷ്യന്മാരും ഒരു കാഴ്ച കണ്ടു. നമ്മളൊക്കെ പോണ മാതിരി, നമ്മളൊക്കെ പോകുന്ന സമയത്ത് പല കാഴ്ചകളും കാണാറുണ്ട്. ഒരു പക്ഷിയെ ഒരു കാട്ടാളിന് അമ്പ് ചെയ്തു, പക്ഷി വീണു. ആ ഒരു കാരണത്തു നിന്നുണ്ടായി രാമായണം എന്നുള്ളൊരു മഹാകാവ്യം. ഒരു കിളിക്ക്, ഒരു പക്ഷിക്ക് അമ്പ് കൊണ്ട് അത് താഴെ വീണപ്പോഴാണ് രാമായണം എന്നുള്ളൊരു മഹാകാവ്യം പുറപ്പെടാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ കാരണമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കാവ്യത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ എങ്ങനെയായിരിക്കും അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുണ്ടാവുക? ഇതാണ് ഓരോ കാര്യത്തെക്കുറിച്ചും. പക്ഷെ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളെപ്പോഴും അശാന്തരാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത്, എൻജോയ് ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. ഒരു പ്രവൃത്തിയും നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കണം. നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എന്തിനാ ഓടുന്നത് പോലും പലപ്പോഴും നമുക്കറിയാറില്ല, അല്ലേ? പലരുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിഞ്ഞു മുറുകിയ നിരാശയായിരിക്കും. പലരുടെയും നോക്കിക്കഴിഞ്ഞാൽ ജീവിത സായാഹ്നത്തിൽ കുറച്ച് പ്രായത്തിലൊക്കെ ഒരു 10, 70, 80 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള എത്ര ആളെ കാണാൻ സാധിക്കും? എന്താ പ്രശ്നം അവർക്ക്? ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ടാണ് അവരുടെ ടെൻഷൻ. അവരുടെ ടെൻഷൻ എന്താണെന്ന് അവർക്കും അറിയില്ല. കാരണം നമ്മുടെ ഉള്ള് ശുദ്ധമല്ലാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഈ സംഘർഷങ്ങൾ, ആന്തരിക സംഘർഷങ്ങൾ വലിഞ്ഞു മുറുകി നടക്കും. അതിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് ചെറുപ്പം മുതൽ തന്നെ ഒരു അനുഷ്ഠാനം എന്നുള്ള രീതിയിൽ ഉപാസന, ഭക്തിയുടെ ഘടകങ്ങളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പ്രാക്ടിക്കലി നമുക്ക് പറഞ്ഞു കൊണ്ടുവരികയാണെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു അനുഷ്ഠാനം നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഈ കടിഞ്ഞാണില്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള മനസ്സിനെ ഒരു നല്ല പന്ഥാവിലേക്ക് കൊണ്ടുവരാൻ, മനസ്സിനെ ഒന്ന് ശരിയാക്കിയെടുക്കാനാണ് ഈശ്വര ഉപാസന എന്നുള്ളത്. ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഒന്നുകിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം, ഒന്നുകിൽ നമ്മളൊരു ഗുരുവിൽ നിന്നൊരു ഉപദേശമായിട്ട് സ്വീകരിച്ച് അതിനെ ജപിക്കുക. ഒരു 15 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും. ഇനി അതല്ല എന്നുണ്ടെങ്കിലോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതായ ഒരു ഈശ്വരനാമം ശാന്തമായി സ്വസ്ഥമായിരുന്ന് ഒരു അരമണിക്കൂർ ജപിക്കുക. ഒരു ഉപാസന കൊണ്ട് മാത്രമേ അന്ധക്കരണം ശുദ്ധമായി തീരൂ, ശാന്തമായി തീരൂ. ഇനി അങ്ങനെ ജപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഈ ജപം തുടരുകയല്ല വേണ്ടത്. ആ ജപം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ധ്യാനത്തിന് വേണ്ടി ശ്രമിക്കുക, ഒരു മെഡിറ്റേഷൻ. വെറുതെ ധ്യാനം നിർവിഷയം മനഃ എന്നുള്ളതാണ്. മനസ്സിനെ ചിന്തകളില്ലാതെ, ചിത്തവൃത്തികളില്ലാതെ ശാന്തമാക്കി തീർക്കുന്നതാണ് ധ്യാനം. അങ്ങനെ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്ന് ശാന്തമായി നമ്മുടെ എല്ലാ വൃത്തികളെയും, മനസ്സിലുണ്ടാകുന്ന എല്ലാ ചിന്തകളെയും ഒഴിവാക്കി ശാന്തമായിട്ടിരിക്കുക. ധ്യാനം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ 2 സ്ഥലത്ത് ധ്യാനത്തെക്കുറിച്ചിട്ട് പറയുന്നത്, അല്ലേ? 2 സ്ഥലത്താണ് പറയുന്നത്. ഒന്ന് കപിലോപദേശത്തിൽ പറയുന്നുണ്ട്, ഒന്ന് ഏകാദശ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ധ്യാനത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും സാധിക്കൂ. വളരെ വ്യക്തമായിട്ട്, അത്രയും മനോഹരമായിട്ട് സഞ്ചിന്തയേ ഭഗവത ശരണാരവിന്ദം
വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ഛനാഢ്യം. എത്ര മനോഹരമായിട്ടാണ് ആ ധ്യാനത്തിൻ്റെ പ്രക്രിയ, ധ്യാനത്തിൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. ആ ധ്യാനത്തിലൂടെ മനസ്സിനെ വീണ്ടും വീണ്ടും ശാന്തമാക്കി കൊണ്ടുവന്ന് ആ ശാന്തതയുടെ അഗാധതയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് ധ്യാനത്തെ വളരെ വിശദമായിട്ട് പറയും. അപ്പോൾ ജപത്തിലൂടെ ധ്യാനം, ആ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന പ്രക്രിയകളെക്കുറിച്ചിട്ട് പറയും. ഇങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ളൊരു ആനന്ദം, നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു ആനന്ദത്തെ നമുക്ക് കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുമ്പോൾ, അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങളുടെ പിന്നാലെയുള്ള അമിതമായിട്ടുള്ള പരക്കമ്പാച്ചിൽ ഒഴിവാക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ സംതിങ് സ്പെഷ്യലായിട്ട് നമുക്കൊക്കെ അനുഭവിക്കാനുണ്ട്. ഈ കാണുന്നതിലൊന്നുമല്ല സുഖം. ഇതൊക്കെ നമുക്ക് യാദൃശ്ചികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ റോളുകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ നമ്മൾ അച്ഛനായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, മക്കളായിട്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ട്, ഇതൊക്കെ വാസ്തവത്തിലൊരു നാടകത്തിലെ അഭിനേതാക്കളെ പോലെ ജീവിതത്തിലെ ഒരു കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമല്ല എന്ന് പറഞ്ഞിട്ട് ഇത് നേരെ ചൊവ്വേ നിർവഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നാടകം നന്നാവണമെങ്കിൽ വില്ലനാണെങ്കിലും പിച്ചക്കാരൻ നല്ല പിച്ചക്കാരനായാലേ പറ്റൂ. ഞാൻ ഇന്ന തറവാട്ടിലുള്ള ആളാണ്, ഞാൻ പിച്ചക്കാരനായി ശരിയാവില്ല എന്ന് പറയാൻ നാടകം നന്നാവില്ല, കൂക്കി വിളിക്കും. പിച്ചക്കാരനാണോ പെർഫെക്റ്റ് പിച്ചക്കാരനാവുക? ഇതുപോലെയാണ് ജീവിതം. അപ്പോൾ ജീവിതത്തിൽ ഈ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ജീവിതത്തെ നമുക്ക് വേണ്ട രീതിയിൽ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അനലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് നമ്മളെ അങ്ങനെ അപമാനിക്കുന്നത്, നമ്മളെക്കുറിച്ച് അത് പറയണം, എന്നെക്കുറിച്ച് എല്ലാവരും നന്നായിട്ട് പറയണം എന്നുള്ള ചിന്താഗതി. ഇത് ഒരു കാലത്തും നടക്കില്ല എന്നുള്ളതാണ്. കാരണം സാക്ഷാൽ ഈശ്വര അവതാരങ്ങളായിട്ടുള്ള ശ്രീരാമനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചും വരെ മുഴുവൻ നല്ലത് പറഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തെ കൃഷ്ണൻ കള്ളനാന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പം നമ്മളെക്കുറിച്ചൊക്കെ ഇതൊക്കെ ഉണ്ടാവും. ഇത് പറയണതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കൂടിച്ചേർന്നതാണ് ജീവിതം. ആ ജീവിതത്തിൽ ഇതിനെയൊക്കെ ഉപരിപ്ലവമായിട്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള മനഃശക്തി നമ്മൾ നേടിയെടുക്കണം എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ്. ഈ മനഃശക്തി നേടിയെടുക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പ്രേമ നൈരാശ്യം വരുമ്പോഴേക്ക് മറ്റൊരാളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനോ, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്താനോ എന്തുകൊണ്ട് പുറപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മനസ്സിൻ്റെ ശാന്തതയിലേക്ക് നമുക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കേവലം ശ്രീമദ് ഭാഗവതം എന്നുള്ളത് ഈ സന്യാസിമാർക്ക് മാത്രമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമവാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം. പ്രത്യേകിച്ചും യുവാക്കൾക്ക് പോലും വളരെ അനിവാര്യമായിട്ടുള്ളതാണ് ഇതിൻ്റെ സന്ദേശമെന്ന് കാണിക്കാൻ കാരണം, ഈ ഭക്തിയുടെ ഒരു ആനന്ദം, ഭക്തിയുടെ ഒരു രസം നമ്മൾ നുകരുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വക ലഹരികളുടെ പിന്നാലെ പോവില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കുട്ടിസ്വാമിജിയൊക്കെ, ഹരിബ്രഹ്മേന്ദ്രാൻ സ്വാമിജിയൊക്കെ പറയാറുള്ള, മഹാത്മാക്കൾ പറയുന്നൊരു കാര്യമാണ്. ഈ പൊതുവെ പറയാറുണ്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലഹരി വളരെ നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലഹരിക്ക് അടിമകൾ സന്യാസിമാരും അതുപോലെയുള്ള ഭക്തന്മാരുമാണ്. മറ്റേ പുകയ്ക്കുന്ന കാര്യമല്ല പറയണത്. സാക്ഷാൽ ശങ്കരാചാര്യസ്വാമി തന്നെ വലിയ ലഹരിക്ക് അടിമയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഒരു ലഹരി സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി, ഇങ്ങനെ എത്ര ലഹരിയുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളെ തന്നെ ഈ ഒരു ലഹരിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ, ആധ്യാത്മികമായിട്ടുള്ളൊരു ലഹരി എന്നുള്ളതാണ്. ഈ ഒരു ലഹരി നമ്മൾ അല്പമെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തെറ്റായ വഴികളിലേക്ക് പോകില്ല.
അതുകൊണ്ടാണ് ഈ ഒരു ധ്യാനാദി കാര്യങ്ങളെ ഇത്രയധികം പറഞ്ഞത്. കാരണം ഇത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറയാണ്, ബേസാണ്. അങ്ങനെ വരുമ്പോഴാണ് വിഷയങ്ങളിലുള്ള വൈരാഗ്യം എന്ന് പറയുന്നതായ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ ഒരു തലത്തിൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥ കാഴ്ചപ്പാടിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ ആരാണ്? ബേസിക്കലായിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണല്ലോ, ബേസിക്കലായിട്ട് കുറേ ചോദ്യങ്ങൾ. വളരെ സിമ്പിളാണ്. ഈ ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മികത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല. പലരുടെയും ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ഒന്നുമല്ല, നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ നമ്മുടെ കാര്യമായി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാകാൻ നമുക്ക് വലിയ പാണ്ഡിത്യം വേണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ഒന്നാമത്തെ ഒരു ചോദ്യം, വാസ്തവത്തിൽ ഞാൻ ആരാണ്? അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ചോദ്യം മനസ്സിലാവാൻ, ഞാൻ ആരാണെന്നൊന്ന് സ്വയം ചോദിക്കാൻ നമുക്ക് 10ാം ക്ലാസ് പാസ്സാവണം നിർബന്ധമുണ്ടോ? ഞാൻ ആരായിരിക്കും ശരിക്കും? അനുബന്ധമായിട്ടുള്ളൊരു ചോദ്യം, ഞാൻ എന്ത് കാരണം കൊണ്ടാവും ജനിച്ചു വന്നിട്ടുണ്ടാവുക? ലോകത്തേക്ക് നമ്മളൊക്കെ ജനിച്ചു വന്നു. ഓരോ പ്രായത്തിൽ നമ്മൾ ജീവിക്കുന്നു, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു. എന്ത് കാരണം കൊണ്ടാവും ഞാൻ ജനിച്ചു വന്നിട്ടുണ്ടാവുക? ഇന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ മകനോ മകളോ ഒക്കെ ആയിട്ട് നമ്മൾ ജനിച്ചു വന്നു. എന്ത് കാരണം കൊണ്ടായിരിക്കും? മൂന്നാമത്തൊരു ചോദ്യം, എന്തപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ? ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ തന്നെ 4 സഹോദരങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഈ 4 സഹോദരങ്ങളുണ്ടെങ്കിൽ 4 പേരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെയാണോ? അല്ല. ചിലർ നല്ല അല്ലേ, ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുപോയി ഗൾഫിലോ ബാക്കിയൊക്കെ പോകുന്നു, അവർ നല്ല കാശുകാരായിട്ട് മാറുന്നു, നല്ല രീതിയിൽ പോകുന്നു. എന്നാൽ വേറൊരുത്തൻ തൊട്ടത് മുഴുവൻ പഴച്ച് ആകെ കടം കയറി ഗുലുമാലായിട്ട് പോകും. ഇങ്ങനെ കാണാറില്ലേ? ചിലർ കാണുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ആകെ പ്രശ്നം, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ. എന്താ ഈ വ്യത്യസ്തതയ്ക്ക് കാരണം? സംശയമല്ലേ? ഇതെല്ലാവരും അത്യാവശ്യം അമ്പലത്തിൽ പോകുന്ന ആളുകളാണ്, വഴിപാട് ചെയ്യുന്ന ആളുകളാണ്, കാര്യങ്ങളൊക്കെ. പക്ഷേ 4 പേർക്കും 4 അനുഭവങ്ങളാണ്. അപ്പോൾ തൻ്റെ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? ഇനി നമ്മളൊക്കെ ഒരു നാൾ നമ്മളൊക്കെ മരിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങോട്ടാവും പോകുന്നത്? ഉപനിഷത്തിലൊക്കെ പറയുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. കഠോപനിഷത്തിലൊക്കെ പറയുന്നു, അതുപോലെ മറ്റു ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്, പ്രശ്നോപനിഷത്തിലൊക്കെ വരുന്നുണ്ട്. എവിടേക്ക് ആവും നമ്മൾ പോകുന്നത്? പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടുന്ന് മരിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നു എന്ന് വിചാരിക്കുക. ഉപനിഷത്തിൽ വരുന്നൊരു ചോദ്യമാണ്, ലോകം ഉണ്ടായതിന് ശേഷം എത്ര ആളുകൾ ഈ ലോകത്ത് വന്ന് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? കോടിക്കണക്കിന് ആളുകൾ വന്ന് മരിച്ചുപോയി. ഇതൊക്കെ പോയ സ്വർഗത്തിൽ സ്ഥലം തികയോ? സ്വർഗത്തിലോ നരകത്തിലോ അങ്ങോട്ടാണല്ലോ പോണത്. എവിടെയാണെങ്കിലും ശരി, ഈ പോയാൽ സ്വർഗലോകോന പൂരിയേതാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്വർഗം അല്ലെങ്കിൽ നരകം എവിടെയാണെങ്കിലും അവിടെ നിറയാതിരിക്കണം? എന്തുകൊണ്ടാണ്? അവിടെ ഇനി ആളെടുക്കുന്നില്ല. ഇവിടെ പിന്നെ അങ്ങനെയല്ല, വരുന്നതിനനുസരിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ ഇവിടെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെല്ലാം സ്വർഗത്തിൽ അവിടെ അട്ടിയിട്ട് വെക്കുകയാണോ സംഗതി? അതോ അവിടുന്ന് വേറെ വല്ലതും ഉണ്ടോ? അതോ ഈ പറയുന്നത് വല്ലതും സത്യമാണോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ജ്ഞാനത്തിൻ്റെ തുടക്കം മനസ്സ് ശാന്തമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ മറ്റ് പല സ്ഥലത്തും ഉപദേശങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടി ഏകാദശ സ്കന്ധത്തിലാണ് ജ്ഞാനത്തിൻ്റെ ഉപദേശം ഏറ്റവും വിശാലമായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ? അതുകൊണ്ടാണ് അവിടെ മുക്തിസ്കന്ധം എന്ന് ഏകാദശത്തിന് പേര് തന്നെ ഇട്ടത്. കാരണം മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, ആത്യന്തിക മോചനത്തെയാണ് മുക്തി എന്നുള്ളത് കൊണ്ട് പറയുന്നത്. മുച്ഛ്ർ മോചനെ എന്ന് പറഞ്ഞിട്ടൊരു ധാതു സംസ്കൃതത്തിലുണ്ട്. ഈ മോചനം എന്നുള്ളതായ മുച്ഛ്ർ ധാതുവിൽ നിന്നാണ് മോക്ഷം, മുക്തി തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ നിഷ്പന്നമായിട്ടുള്ളത്. അപ്പോൾ മോചനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തെന്ന് മോചനം? സംസാര ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അതിപ്പോൾ നമുക്ക് ഉറങ്ങുമ്പോഴും കിട്ടാറില്ലേ? ഉറങ്ങുമ്പോഴും നമുക്ക് ദുഃഖമൊന്നുമില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് പരമസന്തോഷമാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മോക്ഷമാണോ? അല്ല. സംസാര ദുഃഖങ്ങളിൽ നിന്നുള്ള ആത്യന്തികമായിട്ടുള്ള മോചനത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നു വരുന്നു അങ്ങനെയാണ്. നമുക്കിഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ സന്തോഷമുണ്ടായി, പക്ഷേ അയാളുടെ വിയോഗത്തിൽ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു. ഇനി അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ കയറി വന്നാലും മതി, നമ്മുടെ സന്തോഷം പോയി. അപ്പോൾ സംസാര ദുഃഖങ്ങളുടെ ആത്യന്തിക നാശത്തെയാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മോക്ഷം എന്നുള്ളത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. മോക്ഷം എന്നുള്ളത് ഒരു അനുഭവമാണ്. അതെങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ മോക്ഷത്തിന് ഹേതുവായിട്ടുള്ള ജ്ഞാനത്തെയാണ് ഏകാദശത്തിലൂടെ പ്രതിപാദിക്കുന്നത്. മോക്ഷത്തെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം ചായ കുടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുവെ പായസം, നല്ല പായസം കഴിച്ചു, നല്ല പാൽപ്പായസം കിട്ടി. പാൽപ്പായസം എങ്ങനെയാണ്? നന്നായിരുന്നു അല്ലേ? നന്നായിരുന്നു, മധുരമൊക്കെ പാകമാണ്, അസ്സലായിട്ടുണ്ട്. എന്നാലും ഈ പാൽപ്പായസം അസ്സലായി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? സംഗതി എങ്ങനെയത്? ഈ പാൽപ്പായസത്തിൻ്റെ സ്വാദ് നല്ല മധുരം ഉണ്ടായിരുന്നു, നന്നായിരുന്നു. എന്നാലും ഒന്ന് മനസ്സിലാക്കി തരൂ. പാൽപ്പായസം നന്നായിരുന്നു എന്നുള്ളത് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? നല്ല സാമ്പാർ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കല്ലേ? ഉണ്ടാവില്ലേ? സാമ്പാർ വെച്ചാൽ നന്നാവും ഇടയ്ക്ക്, ചിലപ്പോൾ നന്നാവാറില്ല അല്ലേ? സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. ചിലപ്പോൾ എങ്ങനെ വെച്ചാലും നന്നാവില്ല, ചിലപ്പോൾ അസ്സലാവും. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? നല്ല സാമ്പാർ അത്ര നന്നായില്ല, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ നല്ല സാമ്പാറിന് വേണ്ടിയിട്ട് എന്താ അതിൽ പ്രത്യേകം ഇട്ടത്? ഒന്നും ഇട്ടില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? എന്താ ഈ വ്യത്യാസം? ഒന്ന് നല്ല സ്വാദുണ്ട്, നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണല്ലോ. ഇത് വലിയ നമുക്ക് റിസർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാറും ഇങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞത്, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അനുഭവിക്കേണ്ടതാണ്. അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ഈ സാമ്പാറിൻ്റെ നന്മയും അല്ലെങ്കിൽ രുചിയും സ്വാദും ഒക്കെ അതുപോലും നമുക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ലെങ്കിൽ മോക്ഷ അനുഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഹൃദയജ്ഞാനാന്ന മുക്തി, ജ്ഞാനാദേവതു കൈവല്യം എന്നൊക്കെയുള്ളതായ വേദാന്ത ദർശനത്തെ ഇവിടെ കാണിക്കുന്നു. മുക്തിക്ക് ഹേതുവായിട്ടുള്ള ജ്ഞാനത്തെ ഇവിടെ വിശദമായിട്ട് 28 അധ്യായങ്ങളിലൂടെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഏകാദശത്തിലൂടെ. കാരണം ജ്ഞാനാദേവതു കൈവല്യം, ഏവകാരം കൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തി കിട്ടൂ എന്നുള്ളത് ഇവിടെ പറയുകയാണ്. എന്താ ഈ ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തി കിട്ടൂ എന്നിങ്ങനെ വേദാന്തികൾ ഇങ്ങനെ പറയണ്ടല്ലോ? നിങ്ങളൊക്കെ ഈ ജ്ഞാനമാർഗത്തെ അവലംബിക്കുന്ന ആളുകളായതുകൊണ്ട് ഇങ്ങനെ പൊക്കിപ്പിടിക്കുകയാണോ? ഞങ്ങളൊക്കെ കൃഷ്ണൻ്റെ നാമം ജപിക്കുന്നുണ്ട്, ഞങ്ങൾക്കും മുക്തി കിട്ടൂല, ഞങ്ങളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകുന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഇവിടെ പറയുന്നത് വേറെ ഒന്നുമല്ല. കാരണം അജ്ഞാനം കൊണ്ടാണ് ഈ സംസാരം സത്യമായി തോന്നപ്പെടുന്നത്. അജ്ഞാനം കൊണ്ടാണ് ഈ സംസാരം സത്യമായിട്ട് തോന്നപ്പെടുന്നത് എന്ന് പറയുന്നു. ഈ സംസാരം സത്യമായി തോന്നപ്പെട്ടത് കൊണ്ടാണ് ഈ സംസാരത്തിൽ ആസക്തി ഉണ്ടാകുന്നതും. ആസക്തി എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവുക.
ഇഷ്ടമായിട്ടുള്ളതിനോട് പ്രത്യേകമായിട്ടുള്ളൊരു ആസക്തി ഉണ്ടാകുന്നു, ഇഷ്ടമില്ലാത്തതിനോട് നമുക്കൊരു ദേഷ്യമുണ്ടാകുന്നു. അപ്പോൾ രാഗദ്വേഷ വസ്തുക്കളെ ആസ്പദമാക്കിയിട്ട് ഇഷ്ടവസ്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടും അനിഷ്ട വസ്തുക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. ഈ കർമ്മം രണ്ട് കാര്യങ്ങൾക്കാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ കർമ്മം ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം. ഒന്നെന്താണ്? നമുക്കിഷ്ടമുള്ളതിനെ സമ്പാദിക്കാൻ. രണ്ടാമത്തതോ ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടെ നിന്ന് എഴുന്നേൽക്കും? ഒന്ന് പ്രഭാഷണം നിർത്തുന്നതുകൊണ്ടാണ്, സമാധാനമായി എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോകും. രണ്ടാമത്തെ ഒരു കാര്യം, കുറച്ച് കഴിഞ്ഞാൽ അവിടെ ചായ കിട്ടും. അപ്പോൾ ചായ ഇഷ്ടമുള്ള ആളുകളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞ് ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചായ കുടിച്ചാൽ നന്നായി എന്ന് പറഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടി പോകും. കൂടെ ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ കേമായി, അല്ലേ? സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇഷ്ട സാധനത്തെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റ് പോകുക എന്നുള്ളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം ഈ ഇരിക്കുന്ന നമ്മൾ ശാന്തമായിട്ട് അടങ്ങിയിരിക്കുന്നു, ഇതിൻ്റെ ഇടയിലേക്ക് ഒരു പാമ്പോ തവള എന്തെങ്കിലും ചാടി വന്നെന്തായിരിക്കും ഇവിടെ അവസ്ഥ? അയ്യോ, കോലാഹലമായി ബഹളമായി നമ്മൾ എണീക്കുന്ന, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. കാരണം അത് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വരുമ്പോഴേക്കും നമ്മൾ ഭയപ്പെട്ടു അവിടുന്ന് ചെതറി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇത് രണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ. ഇഷ്ടവസ്തുക്കളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവൃത്തി, അനിഷ്ട വസ്തുക്കളെ ഉപേക്ഷിക്കാൻ, ഒഴിവാക്കാൻ വേണ്ടി, അതിന് നിവൃത്തമാകാൻ വേണ്ടിയിട്ടൊരു പ്രവൃത്തി. ഇങ്ങനെ കർമ്മം രണ്ട് തരത്തിലാണ്. ഈ കർമ്മത്തിലേക്ക് മനുഷ്യൻ രാഗദ്വേഷങ്ങളെ കൊണ്ടാണ് ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മത്തിൽ അഭിമാനം സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ കർമ്മത്തിന് പോകുന്നത്. ആർക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകണം? എനിക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാനെന്നുള്ളതായ ആ അഭിമാനത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യാൻ പോകുന്നു. അപ്പോൾ കർമ്മത്തിലല്ല നമുക്ക് ആസക്തിയുള്ളത്, കർമ്മഫലത്തിലാണ്. കർമ്മം ചെയ്യുന്നത് കർമ്മത്തിലുള്ളതായ സാമാന്യ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയാണ്. കർമ്മത്തിൽ താല്പര്യം ഉണ്ടായിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യുന്നത്, കർമ്മഫലത്തിൽ താല്പര്യം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചേട്ടൻ പോണ്ട ചായ ഇങ്ങോട്ട് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ് എന്നാൽ ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നത്. ആരും കൊണ്ടുത്തരാനില്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് എടുക്കും. കാരണം ചായ കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് കർമ്മത്തിലല്ല കർമ്മഫലത്തിലാണ് നമുക്ക് ആസക്തി എന്നുള്ളതുകൊണ്ട് ഈ കർമ്മഫല ആസക്തിയോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുന്നു. കർമ്മത്തിനാണെങ്കിൽ എന്താണെങ്കിലും ഒരു ഫലമുണ്ട്. അത് പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അതിന് ഫലമുണ്ട്. അപ്പോൾ ആ ഫലത്തിൽ നമുക്ക് ആസക്തിയുള്ളതുകൊണ്ട് ഈ കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നു. മനുഷ്യൻ ഒരു ദിവസം തന്നെ അനേകം കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ കർമ്മഫലങ്ങളൊക്കെ ക്യൂ ആയിട്ട് പുണ്യപാപങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിലിടയ്ക്ക് നമ്മൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലോ, മരിച്ചു പോയി കഴിഞ്ഞാലും സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ജീവനാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ കർമ്മഫലത്തിൻ്റെ തുടർച്ച, അതായത് നരകലോകത്തോ അല്ലെങ്കിൽ സ്വർഗലോകത്തോ വെച്ച് അനുഭവിക്കാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അനുഭവിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിലോ ഇതേ ശരീരം തന്നെ വീണ്ടും അടുത്തതായിട്ടുള്ള ശരീരം സ്വീകരിച്ച് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്നു. അതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പ്രതിപാദിക്കുക. എന്തുകൊണ്ട് നമ്മളൊക്കെ ജനിച്ചു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ശരീരം സ്വീകരിച്ചത്. ആര് ചെയ്ത കർമ്മഫലം? നമ്മൾ ആസക്തിയോടുകൂടി ചെയ്തതായിട്ടുള്ള ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി അതിനനുരൂപമായിട്ടുള്ള ദേശകാലങ്ങളിൽ അതിനനുരൂപമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിച്ച് അതിനനുസൃതമായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായിട്ടൊക്കെ നമ്മൾ വരുന്നു. നമ്മളുടെ കർമ്മഫലം നമുക്ക് തരാൻ വേണ്ടി അതിന് പറ്റിയ മക്കളും നമുക്കുണ്ടാവുന്നു. ചില മക്കളെ കൊണ്ട് സുഖം ഉണ്ടാവുന്നു, ചില മക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നു. ഇതൊക്കെ സംഭവിക്കണം.
എന്തുകൊണ്ട് ഇതൊക്കെ ഈ വൈചിത്ര്യങ്ങളുണ്ടാകുന്നു? ഇതെല്ലാം നമ്മുടെ കർമ്മത്തിൻ്റെതായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തിരിച്ചു വരുന്നത്. എങ്ങനെയാണോ ഒരു ഓഫീസിൽ വേണ്ട പ്രവൃത്തി ചെയ്യാതെ പല പേപ്പറുകളിലും ആ തിരിമറികളോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത് കുറേ നാൾ കഴിഞ്ഞ് അന്വേഷണം വരുന്ന സമയത്ത് അയാളെ ഫയർ ചെയ്യുന്നു, അല്ലെ? ഒന്നുകിൽ ചിലപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടും. ഇതൊക്കെ എന്താണ്? അയാൾ ചെയ്ത അന്നത്തെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്നുള്ളതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ സംഭവിക്കണം. അപ്പോൾ ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി സംസാര വാസനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടരുന്നതിൽ ഇടയ്ക്കാണ് യാദൃശ്ചികമായി നമുക്ക് ഈ ഭാഗവതത്തെ മനസ്സിലാക്കാനും, നേരത്തെ പറഞ്ഞതുപോലെ ഭാഗവതത്തിലുള്ള ഈ ഏകാദശത്തിലൂടെ ജീവൻ അസംഗോഹ്യയം പുരുഷ എന്നുള്ളതായ ഈ ജീവൻ എന്നുള്ളത് ഒന്നിനോടും വാസ്തവത്തിൽ ബന്ധപ്പെടുന്നില്ല. അതാണ് നേരത്തെ ജ്ഞാനം എന്നുള്ളത് പറഞ്ഞത്. ജീവൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായിട്ടുള്ളതാണ്. ഈ സംസാരം എന്നുള്ളത് പരമാർത്ഥത്തിലുള്ളതല്ല, വ്യാവഹാരികമായിട്ടുള്ളതാണ്. ജീവൻ ശുദ്ധജ്ഞാനസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മം മാത്രമാണ് പരമാർത്ഥത്തിലുള്ള സത്യം. ഈ ജഗത്ത് എന്ന് പറയുന്നത് വ്യാവഹാരികമായിട്ട് കാണപ്പെടുന്നതായിട്ടുള്ള ജഗത്ത് വ്യാവഹാരിക സത്യം മാത്രമാണ്. അതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. ജീവനോ ബ്രഹ്മൈവ നാപര. ഈ ജീവൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ്. താൻ ദുഃഖിയോ അജ്ഞനോ മൂഢനോ ഒന്നുമല്ല, ആനന്ദസ്വരൂപനാണ്. എന്നാൽ താൻ ആനന്ദസ്വരൂപനാണെന്നും താൻ വിജ്ഞാനമയനാണെന്നും അസംഗനാണെന്നും മനസ്സിലാക്കാതെ നിത്യനും ശുദ്ധനും ബുദ്ധനും മുക്തനുമൊക്കെ ആയിട്ടുള്ള താനെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, തൻ്റെ ഉള്ളിലൊക്കെ ഉള്ളതായിട്ടുള്ള ആത്മചൈതന്യം. നമ്മളൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് ഞാൻ ഞാൻ ഞാനെന്ന് അനുനിമിഷം നമ്മൾ പറയുന്നുണ്ട്. ഈ ഞാൻ എന്നുള്ളതായ ആത്മസ്വരൂപം എന്നുള്ളത് വലിപ്പ ചെറുപ്പമില്ലാത്തതാണ്. എനിക്കൊരിക്കലും ബ്രാഹ്മണാദി ഭേദങ്ങളൊന്നുമില്ല. നമ്മുടെ ആത്മാവ് ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല. ആത്മാവ് ബ്രഹ്മചാരിയുമല്ല, ഗൃഹസ്ഥനുമല്ല, വാനപ്രസ്ഥനുമല്ല, സന്യാസിയുമല്ല. ആത്മാവ് ഇതിനെല്ലാം അതീതമായിട്ടുള്ളതാണ്. കാരണം ഇതൊക്കെ ശരീരത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കൽപ്പിക്കുന്നത്. ബ്രഹ്മചാരി വേദാധ്യയനം ചെയ്യാൻ പോകുന്നു, ഉപനയന സംസ്കാരമൊക്കെ ചെയ്യുന്നു. ഈ ഉപനയനം ചെയ്യുന്നത് ആത്മാവിനാണോ ശരീരത്തിനാണോ? ശരീരത്തിനാണ്. ആത്മാവിന് നമ്മൾ സംസ്കാരം ചെയ്യുന്നില്ല. അപ്പോൾ പോയി പൂണുന്നൂലൊക്കെ ഇടുന്നു, ബാക്കിയുള്ളതൊക്കെ ചെയ്ത് പറയണു നീ ഇന്ന് മുതൽ ബ്രഹ്മചാരിയാണ് എന്ന് പറയണു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ അസംഗമായിട്ടുള്ള ആത്മാവിൽ ഈ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ നിന്ന് നിവൃത്തമാകാൻ വേണ്ടിയിട്ടാണ്. അസംസ്കൃതമായി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീവനെ ഒരു സംസ്കൃതിയിലേക്ക് സംസ്കാര സമ്പന്നനാക്കി കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഈ ഉപദേശങ്ങളിലൂടെ ആ ജീവൻ്റെ യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ക്രമേണ അദ്ദേഹം വിരക്തനായി തീരും എന്ന് പറയും. വിരക്തനായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനാണ് ഏകാദശ സ്കന്ധത്തിൽ നമുക്ക് നിമിനവയോഗ്യ സംവാദം തുടങ്ങിയ കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ അവധൂത യദു സംവാദം കാണാം. ഇതിലൊക്കെ എക്സ്ട്രീമായിട്ടുള്ളൊരു തലത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ദശമസ്കന്ധത്തിൻ്റെ കഥകളെ മുഴുവൻ ഉപാസനാകാണ്ഡമാക്കി കാണിച്ച് അതിലൂടെയാണ് നമുക്ക് ഈ ഏകാദശത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ഭാഗവത ഉത്തമൻ എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരും. നമ്മൾ അതുവരെ കേട്ടതായിട്ടുള്ള ഭക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഭക്തൻ അവിടേക്ക് വരുമ്പോഴേക്ക് ഏകാദശത്തിലേക്ക് വരുമ്പോൾ ഒരു ശ്രേണി കൂടി കയറിയിട്ട് ഒരു പടി നമുക്ക് കാണിച്ചു തരും. ഭാഗവതോത്തമൻ ആരാണ്? ഭാഗവതോത്തമൻ എന്നുള്ളതിനെക്കുറിച്ചിട്ട് പറയുന്നു. ഏകാദശ സ്കന്ധത്തിൽ ആരംഭത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തിൽ പറയും ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവ വാസുദേവൈക നിലയ സവൈ ഭാഗവതോത്തമ. കാമകർമ്മ ബീജാനാം യസ്യ ചേതസി ന സംഭവ. കാമ്യകർമ്മങ്ങളുടെ ബീജം പോലും യാതൊരുത്തൻ്റെ ഉള്ളിലില്ലയോ?
കാമ്യകർമ്മങ്ങൾ, അതായത് തനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതെ അത്രയൊരു പ്യുവർ കോൺഷ്യസ് തലത്തിലേക്ക് ഉയർന്നൊരു വ്യക്തി. വാസുദേവൈക നിലയ. ഈ വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചൈതന്യസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ. ഏകാദശത്തിലേക്കൊക്കെ കയറുമ്പോഴേക്ക് ഈശ്വരൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അല്ലേ. അതുവരെ നമ്മൾ കൃഷ്ണനെ ഓടക്കുഴൽ വിളിക്കുന്ന അല്ലെങ്കിൽ ശംഖുചക്ര ഗദാധാരിയായിട്ടുള്ള ആ ഭഗവാൻ മഞ്ഞപ്പട്ടുടുത്ത് വനമാല കാറ്റിലാടിയിട്ടുള്ള ഭഗവാന്റെ ആ കൺസെപ്റ്റ് മാറ്റിക്കളഞ്ഞിട്ടാണ് ഏകാദശത്തിലേക്ക് പ്യുവർ ഉപനിഷത്ത് തത്വങ്ങളെയാണ് കൊണ്ടുവരുന്നത്. വാസനാദ് വാസുദേവസ്യ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്, ബോധമാണ്, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതായ ആ ഈശ്വര സ്വരൂപത്തെ, ബ്രഹ്മതത്വത്തെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വാസുദേവൈക നിലയ. ആ പരമ തത്വമായിരിക്കുന്ന വാസുദേവനിൽ മനസ്സ് ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു തലത്തിലെത്തിയ ആളാണ് ഭാഗവതോത്തമൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? നയസ്യ സ്വപര ഇതി വിത്തേഷു ആത്മനി വാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. യാതൊരുവനിലാണോ സ്വപര ഇതി വ്യവഹാരോ ന ഭവതി, എൻ്റേത് വേറൊരാളുടേത് എന്നുള്ളതായ ഈ സ്വാർത്ഥതകളില്ലാതെ എല്ലാം ഈശ്വരൻ്റേതാണ്. ഈശാവാസ്യ ഉപനിഷത്തിലുള്ളതായ ആ ഒരു മന്ത്രത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥ മാതൃഥ കസ്യശുദ്ധനം. ഇതൊക്കെ ആരുടെയാണപ്പാ നീ വേലി കെട്ടി തിരിക്കാൻ വേണ്ടി പോണത് അല്ലേ. എൻ്റേതാണ്, എൻ്റെ പറമ്പിലേക്ക് കയറിയ കാലുകുത്തും. ആരുടെ ഇതൊക്കെ? കസ്യസിദ്ധനം, നീ കൊണ്ടുവന്നതാണോ ഇതൊക്കെ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണെന്നുണ്ടെങ്കിൽ നിനക്കിതൊക്കെ വേലി കെട്ടിത്തിരിക്കാൻ എന്ത് അധികാരമുള്ളത്? ശരി, വ്യവഹാരത്തിൽ അങ്ങനെയൊക്കെ വേണ്ടേ? വ്യവഹാരത്തിൽ അങ്ങനെയൊക്കെ ചെയ്തോ? ഇതൊരു വ്യവഹാരമാണെന്നുള്ള ബോധത്തിൽ ചെയ്താൽ പോരെ? ഇതിൽ മുഴുകി ഇതിനു വേണ്ടി ജീവിതം നശിപ്പിച്ച് മരിക്കാൻ പോണോ? ഇതൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ഇതിനൊക്കെ സൃഷ്ടിച്ചതായിട്ടുള്ള പ്രപഞ്ചത്തെ, ഭൂമി, ജലം, ആകാശം, വായു, ഈ സസ്യജാലങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, ഇതിനൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ആ ഒരാൾ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായിട്ട് ഇവിടെ ഉണ്ട്. തൽക്കാലം നമ്മളൊക്കെ പാട്ടത്തിനുള്ള കൃഷിക്കാരാണ് അല്ലേ. പാട്ടപ്പറമ്പിൽ താമസിക്കുകയാണ്. ആ ഒരു ബോധത്തോടു കൂടി താമസിക്കുക. അതാണ് ഇവിടെ യസ്യ സ്വപര ഇതി വിത്തേഷു ആത്മനി, തന്നിലും, തന്നെന്ന് പറഞ്ഞാൽ ശരീരത്തിലും ഇതിൻ്റെ ഒക്കെ ഉടമസ്ഥാവകാശം വേറൊരാൾക്കാണ് അല്ലേ. ആരാ ഈ ശരീരത്തിൻ്റെ പ്രാണശ്വാസത്തെ നിയന്ത്രിക്കുന്നത്? ആരാ ഇതിൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എല്ലാം മറന്നങ്ങോട്ട് ഉറങ്ങുമ്പോൾ അരമണിക്കൂർ ശ്വാസം നിന്നുപോയി എന്ത് ചെയ്യും? നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല. അപ്പം അതുകൊണ്ട് ശരീരത്തിലാണെങ്കിലും അമിതമായിട്ടുള്ള അഭിമാനം ഇല്ലാതിരിക്കൂ. ഈശ്വരൻ നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളൊരു ഉപകരണമാണ് എന്നുള്ളത് കൊണ്ട് കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യൂ. അവനാണ് ഭാഗവതോത്തമൻ. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുശ്രേയ ഉത്തമം. യോഗ്യനായിട്ടുള്ളൊരു ഗുരുനാഥനെ പ്രാപിക്കുക. ആ ഗുരുനാഥൻ എങ്ങനെയുള്ള ആളായിരിക്കണം? ശാബ്ദേ പരേച്ച നിഷ്ണാതം ഉപശമാശ്രയം. ശാസ്ത്രങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. മാത്രമല്ല പരേച്ച നിഷ്ണാത, പരബ്രഹ്മത്തിലും ദൃഢതയുള്ള ആളായിരിക്കണം. ശാസ്ത്രം മാത്രം പോരാ, രണ്ടും ആവശ്യമായിട്ടുള്ളതാണ്. ശാസ്ത്രജ്ഞാനവും ഉണ്ടാവണം, ഈശ്വര അനുഭൂതി ഉണ്ടാവണം. മാത്രമല്ല ബ്രഹ്മണി ഉപശമാശ്രയം, ഈശ്വര അനുഭൂതി അനുഭവിച്ച് ശാന്തനായ തൃപ്തനായിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ളൊരു ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനുള്ളതായ വഴികളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയാകുമ്പോഴോ നമ്മുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് ആ നൈഷ്കർമ്മ്യതയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് നൈഷ്കർമ്മ്യ ഭാവത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നു. നൈഷ്കർമ്മ്യ ഭാവത്തെക്കുറിച്ചിട്ട് ഇവിടെ അധികം പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാത്തത്. ഏതാണെങ്കിലും ഈ ഒരു
സന്ദർഭത്തിൽ ഇത്രയൊക്കെ പറയാൻ സാധിച്ചത് ഈ ഒരു മഹത്തായിട്ടുള്ള സന്ദർഭത്തിൽ എന്ന് വെച്ചാൽ ഈ ഒരു വ്യാസപ്രസാദത്തിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് അല്ലെങ്കിൽ ഭാഗവത സാരത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചത് ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയൊക്കെ അനുഗ്രഹമാണ്. എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും പാദങ്ങളിൽ ഒരു ശ്രദ്ധാപുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഗുരുക്കന്മാരുടെ ആ ഒരു അനുഗ്രഹം മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ത്രുടികളോ അപരാധങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രമാദം കൊണ്ട് വന്നതായിരിക്കാം. അതിനെല്ലാം ഗുരുപരമ്പരയും ഭഗവാനും അതുപോലെ നിങ്ങളും ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗം ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.